ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള T20 സീരീസ് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായി ടീം ഇന്ത്യ ഇന്ന് മൂന്നാം അംഗത്തിന് ഇറങ്ങുകയാണ്. രാത്രി 7 മണിക്ക് ആവേശ പോരാട്ടം രാജ്കോട്ടിൽ വെച്ച് ആരംഭിക്കുന്നു. തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് ഇന്നത്തെ മത്സരം അതിനിർണായകമാണ്. കാരണം ഈ ഒരു മത്സരം കൂടി തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ടിന് ഈ ഒരു സീരീസിൽ വലിയ ഹോപ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സീരീസ് എലൈവാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിന് ഇന്ന് വിജയിച്ചേ തീരൂ. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇന്ന് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ചില താരങ്ങളെ കാത്തിരിക്കുന്ന ചില മൈൽ സ്റ്റോൺസിനെ കുറിച്ചാണ്. യെസ്, സ്റ്റാറ്റ്സ് ദാറ്റ് മാറ്റർ. അർഷ്ദീപ് സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമുക്കറിയാമല്ലോ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ T20യിലെ ഒരു ലെജൻഡറി ബോളറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ലോക T20 ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടിയെടുത്ത താരങ്ങളിൽ ആദ്യ 10 ഇടം പിടിക്കാൻ അർഷ്ദീപിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി T20 ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്ത താരവുമായിട്ടും അർഷ്ദീപ് സിംഗ് മാറിയിട്ടുണ്ടായിരുന്നല്ലോ. നിലവിൽ 98 വിക്കറ്റുകളാണ് അർഷ്ദീപ് സിംഗ് T20 ക്രിക്കറ്റിൽ മാത്രം വീഴ്ത്തിയിട്ടുള്ളതും. യെസ്, ഒരു 2 വിക്കറ്റുകൾ കൂടി സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു 100 എന്ന വലിയ മൈൽ സ്റ്റോണിലേക്ക് എത്താൻ സാധിക്കും. മാത്രമല്ല he can break the record of Haris Rauf to become the fastest pacer to achieve a landmark of 100 wickets in men's T20 ആയി. അതെ, 2 വിക്കറ്റുകൾ കൂടി വീഴ്ത്താൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പെട്ടെന്ന് തന്നെ 100 വിക്കറ്റുകളിലേക്ക് എത്തുന്ന ആ ഒരു വലിയ റെക്കോർഡ് ഹാരിസ് റൌഫിൽ നിന്നും അർഷ്ദീപ് സിംഗിന് സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും. സോ ഇന്ന് തന്നെ അർഷ്ദീപ് സിംഗിന് ആ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്കും കാത്തിരിക്കാം. മറ്റൊന്ന് തീർച്ചയായിട്ടും സഞ്ജു സാംസണെ കാത്തിരിക്കുന്ന ഒരു വലിയ നേട്ടത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഗൈസ്, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ തുടരാം. അതെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകനും അതുപോലെ തന്നെ മുൻ താരവുമായിട്ടുള്ള ഗൗതം ഗംഭീറിന്റെ റെക്കോർഡ് മറികടക്കാൻ സഞ്ജു സാംസണ് ഒരു സുവർണാവസരമുണ്ട്. T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് അടിച്ച താരങ്ങളിൽ 12ാം സ്ഥാനത്തേക്ക് ഉയരാനും സഞ്ജുവിന് മുമ്പിൽ ഒരു അവസരം നിൽക്കുന്നു. അതെ, 92 റൺസ് കൂടി നേടിയാൽ സഞ്ജു സാംസണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ കഴിയും. ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഈ ഒരു സീരീസ് അവസാനിക്കും മുമ്പ് സഞ്ജു സാംസൺ എന്തായാലും ഈ ഒരു നേട്ടം സ്വന്തമാക്കുമെന്ന് തന്നെ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും. കാരണം 3 മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ. പക്ഷേ ആ ഒരു നേട്ടത്തിലേക്ക് സഞ്ജു സാംസൺ ഇന്ന് തന്നെ ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് എത്തട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ആരാധകരും ആഗ്രഹിക്കുന്നത്. ഗൗതം ഗംഭീറിന് T20 ക്രിക്കറ്റിൽ 932 റൺസാണ് ഉള്ളതെങ്കിൽ സഞ്ജു സാംസണിന് നിലവിൽ 841 റൺസാണ് T20 ക്രിക്കറ്റിൽ മാത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതെ, ഒരു 92 റൺസ് കൂടി നേടുമ്പോൾ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ തന്റെ പരിശീലകനായിട്ടുള്ള ഗൗതം ഗംഭീറിനെ മറികടക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.